രാധേ രാധേ. നല്ല നിലാവുള്ള ഒരു രാത്രി. ആ നിലാവുള്ള ഒരു രാത്രിയിൽ തുറസായ ഒരു സ്ഥലം. ആ സ്ഥലത്ത് ശ്രീരാമനും കൂട്ടരും അവിടുത്തെ പഞ്ചാര മണലിലങ്ങനെ ആകാശം നോക്കി കിടക്കുകയാണ്. ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസമാണത്. ഈ സമയത്ത് ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ ശ്രീരാമ ഭഗവാൻ തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നവരോട് അല്ലെങ്കിൽ അവിടെ ശയിക്കുന്നവരോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമ ഭഗവാൻ സുഗ്രീവനോട് ചോദിച്ചു, സുഗ്രീവ, ചന്ദ്രനിലെ ആ കറുത്ത പൊട്ട് നീ കാണുന്നുണ്ടോ? അതെന്താണെന്നാണ് നീ കരുതുന്നത്? അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, എനിക്കറിയില്ല പ്രഭോ. അപ്പോൾ ജാംബവാനോട് ചോദിച്ചു, എന്താണത്? അപ്പൊ ജാംബവാൻ ഭയങ്കര ജ്യോതിഷത്തിലും പരിസ്ഥിതി ശാസ്ത്രത്തിലും ഭൗമശാസ്ത്രത്തിലുമൊക്കെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അത് ഏതാനും പർവ്വതങ്ങളുടെയും ഗർത്തങ്ങളുടെയും നിഴലാണ് പ്രഭോ. അങ്ങനെ ശ്രീരാമ ഭഗവാൻ തനിക്ക് ചുറ്റും കൂടിയ ഓരോരുത്തരോട് ചോദിച്ചു. അവരോരോരോ മറുപടി പറഞ്ഞു. ഒടുവിൽ ലക്ഷ്മണന്റെ ഊഴമെത്തി. അപ്പൊ ശ്രീരാമ ഭഗവാൻ ചോദിച്ചു, ലക്ഷ്മണ, അതെന്താണ് ആ ചന്ദ്രനിലെ കറുത്ത പൊട്ട്? അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, അതൊരു മാനിനെ പോലെയോ അതുപോലെയുള്ള ഏതോ മൃഗത്തെ പോലെയോ തോന്നുന്നു. ഈ സമയത്ത് ശ്രീരാമന്റെ കാലെടുത്ത് സ്വന്തം മടിയിൽ വെച്ച് തടവുകയായിരുന്നു ഹനുമാൻ സ്വാമി. അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, ഹനുമാനെ, എന്താണ് ആ ചന്ദ്രനിൽ കാണുന്ന കറുത്ത പൊട്ട്? അപ്പൊ ഹനുമാന്റെ മറുപടി, ഞാൻ അവിടെ ഒരു കറുത്ത പൊട്ടും കാണുന്നില്ല. പിന്നെ നീ എന്ത് കാണുന്നു? അവിടെ ഞാൻ അങ്ങയുടെ മുഖം മാത്രമാണ് കാണുന്നത്, ഞാൻ മറ്റൊന്നും കാണുന്നില്ല. അതേ, ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമന്റെ നാമവും ശ്രീരാമന്റെ രൂപവുമാണ് ഓരോന്നിലും കാണുന്നത്. ഇതാണ് ദാസ്യഭക്തി, ഇതാണ് ദാസ്യഭക്തി, ഉത്തമമായ ദാസ്യഭക്തി.